الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العظيم المنان رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا قال سيدنا ونبينا وحبيبنا محمد صلى الله عليه وسلم شفاعتي لفي كبائر من أمتي صدق رسول الله. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റമളാനു ശരീഫ് അതിൻ്റെ മഗ്ഫിറത്തിൻ്റെ 10ന്റെ പര്യവസാനത്തിൽ എത്തി നിൽക്കുകയാണ്. അള്ളാഹു അവൻ്റെ പാപമോചനം നൽകുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്ന മുഖ്ലിസീങ്ങളായ അള്ളാഹുവിൻ്റെ അടിമകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഒരുപാട് അമലുകൾ ചെയ്യാൻ താല്പര്യമുള്ളവരും ഉള്ള അറിവനുസരിച്ച് പരമാവധി അമലുകൾ ചെയ്യുന്ന ആളുകളുമാണ്. ഇതെല്ലാം എന്തിനാണ് എന്ന് ചോദിച്ചാൽ, പടച്ച റബ്ബിനെ കാരുണ്യത്തോടു കൂടി കണ്ടുമുട്ടണമെന്ന ലക്ഷ്യത്തിലാണ് ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ സുഖലോക സ്വർഗം ലഭിക്കണം, ആ സ്വർഗത്തിൽ ഹബീബിൻ്റെ കൂടെ ഒരുമിച്ച് കൂടണം എന്ന ചിന്തയാണ് നമ്മളിൽ ഓരോരുത്തർക്കുമുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തന്നെ അള്ളാഹു ആക്കി തരട്ടെ. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മുടെ ഉറക്കമെല്ലാം മാറ്റിവെച്ച്, നമ്മുടെ അലസതകൾ മാറ്റിവെച്ച് ഇബാദത്തിൻ്റെ കാര്യത്തിൽ ഒന്ന് കണിശത പുലർത്തുക എന്നത് അത്യാവശ്യമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ ഓരോരുത്തരും ഉറങ്ങുന്നവരാണ്. എന്നാൽ ആ ഉറക്കിൽ നിന്ന് ഒരാൾ ഉണർന്ന് പടച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്യാനുള്ള സന്നദ്ധത കാണിക്കുമ്പോൾ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇദസ്തൈഖള അഹദുകും മിൻ നൗമി, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഉറക്കിൽ നിന്ന് ഉണർന്നാൽ, പരിശുദ്ധമായ റമളാനു ശരീഫിൽ അള്ളാഹു നൽകുന്ന ശ്രേഷ്ഠതകളാണ്. ഉറക്കിൽ നിന്ന് നിങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ മാത്രമല്ല, നിങ്ങളുടെ വിരുപ്പിൽ നിങ്ങളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുകയാണ്. വതഹറക ഫീ ഫിറാശിഹി വതഖല്ലബ മിൻ ജാനിബിൻ ഇലാ ജാനിബ്, ഒരു വശത്തിൽ നിന്ന് മറ്റൊരു വശത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇളകി. നമ്മൾ ഉണർന്നു, എഴുന്നേറ്റിട്ടില്ല. നമ്മൾ ഉണർന്നാൽ തന്നെ നമ്മുടെ അവയവങ്ങളൊക്കെ ഇളക്കാൻ തുടങ്ങും, കൈക്കാലുകൾ നിവർത്തി വെക്കാൻ തുടങ്ങും. അങ്ങനത്തെ ഒരവസ്ഥ വന്നാൽ അള്ളാഹുവിൻ്റെ മലായികത്തുകളിൽപ്പെട്ടൊരു മലക്ക് വന്നുകൊണ്ട് നമ്മളോട് പറയുമത്രേ, ഖും ബാറകല്ലാഹു ഫീക വറഹിമകല്ലാഹ്, എഴുന്നേൽക്ക്, അള്ളാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ, പടച്ച റബ്ബിൻ്റെ കാരുണ്യം നിനക്കുണ്ടാവട്ടെ എന്നൊരു മലക്ക് നമ്മളോട് വന്ന് പറയുന്നതാണ്. ഫൈദാ ഖാമ ബിനിയ്യത്തിസ് സ്വലാ, അങ്ങനെ നമ്മൾ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കണമെന്ന ചിന്തയോടെ എഴുന്നേറ്റാൽ, നമ്മൾ എഴുന്നേൽക്കും അത്താഴത്തിന് ചോറ് വയ്ക്കണമല്ലോ എന്നുള്ള ചിന്തയിൽ, പക്ഷെ നിസ്കരിക്കണം, 2 റക്അത്ത് നിസ്കരിക്കണമെന്ന ചിന്തയോടെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ മലക്ക് നമുക്ക് വേണ്ടി പറയുമെന്നാണ്, അല്ലാഹുമ്മ അഅതിഹിൽ ഫിറാശൽ മർഫൂഅ. അങ്ങനെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ കിടന്ന വിരിപ്പ് നമുക്ക് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യുമെന്നാണ്. അല്ലാഹുമ്മ അഅതിഹിൽ ഫിറാശൽ മർഫൂഅ, അല്ലാഹുവേ ഉന്നതമായ വിരിപ്പിനെ ഞങ്ങൾക്ക് തരണേ അല്ലാ, ഈ മനുഷ്യന് നൽകണേ അല്ലാ. ആർക്ക്? ആ എഴുന്നേറ്റ് നിസ്കരിക്കാൻ വേണ്ടി നിയ്യത്ത് വെച്ച് നിസ്കരിക്കാൻ എന്ന തീരുമാനത്തോടെ എഴുന്നേറ്റ മനുഷ്യന് ഉന്നതമായ
സുരക്ഷിതമായ വിരിപ്പുകൾ നൽകണേ അല്ലാ എന്ന് നമ്മൾ കിടന്നുറങ്ങിയ അതേ വിരിപ്പ് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുമെന്നാണ്. മാത്രമല്ല, നിസ്കാരത്തിന് വേണ്ടി നമ്മൾ വസ്ത്രം ധരിച്ചാൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ ധരിക്കുന്നതല്ലല്ലോ ഉറങ്ങാൻ ധരിക്കാറുള്ളത്. അധികം ആളുകളും ഈ വസ്ത്രമൊക്കെ അഴിച്ചിട്ട് നമ്മളൊരു ലുങ്കിയോ മറ്റോ എടുക്കും. നിസ്കാരത്തിന് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ വെള്ള വസ്ത്രങ്ങളോ അല്ലെങ്കിൽ നല്ല വസ്ത്രങ്ങളോ ധരിക്കും. അങ്ങനെ നിസ്കാരത്തിന് വേണ്ടി വസ്ത്രം ധരിച്ചാൽ ആ വസ്ത്രം നമുക്ക് വേണ്ടി ദുആ ചെയ്യുമത്രേ. അല്ലാഹുമ്മ അഅ്തിഹി മിൻ ഹൈലലിൽ ജന്ന, സ്വർഗത്തിന്റെ അലങ്കാരങ്ങൾ ഇദ്ദേഹത്തിന് നൽകണേ അല്ലാ. കിടന്നുറങ്ങിയ വിരിപ്പ് നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. നാം ധരിക്കുന്ന വസ്ത്രം നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. മാത്രമല്ല, നമ്മൾ ബാത്റൂമിലേക്ക് പോകുമ്പോൾ അതിലെ പ്രധാനമായ സുന്നത്താണല്ലോ കാലിൽ ചെരുപ്പ് ധരിക്കൽ. അങ്ങനെ നമ്മൾ ചെരുപ്പ് ധരിച്ചാൽ ആ രണ്ട് ചെരുപ്പുകൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുമെന്നാണ്. അല്ലാഹുമ്മ തബ്ബിത ഖദമൈഹി അലസ് സിറാത്ത്, സിറാത്ത് പാലത്തിൽ ഇദ്ദേഹത്തിന്റെ പാദം ഉറപ്പിച്ച് നിർത്തണേ അല്ലാ. എന്താ സിറാത്ത്? സിറാത്ത് പാലം എന്ന് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. പല ഉസ്താദുമാരും വയൽ പറയുമ്പോൾ അല്ലേ, സിറാത്ത് പാലത്തെക്കുറിച്ച് ശരിക്കൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറങ്ങാൻ സാധ്യമല്ല. കാരണം സിറാത്ത് അത്രമേൽ പ്രയാസകരമാണ്. നരകത്തിൻ്റെ മീതെയാണ് അല്ലാഹു സംവിധാനിച്ചിട്ടുള്ളത്. ആ സിറാത്ത് പാലത്തെ അല്ലാഹു സംവിധാനിച്ചത് നരകത്തിൻ്റെ മീതെയാണ്. സ്വർഗത്തിലേക്കുള്ള കവാടം, ആ സ്വർഗത്തിലേക്കുള്ള വഴിയായിട്ടാണ് അല്ലാഹു സംവിധാനിച്ചത്. ചില്ലറ ദൂരമൊന്നുമല്ല അതിൻ്റെ ദൂരമുള്ളത്. ഏകദേശം സിറാത്തിന്റെ ദൂരമെന്ന് പറയുന്നത് 762,62,30,000 കിലോമീറ്ററാണ്. നമ്മുടെ അടുത്ത പ്രദേശത്തെ പുത്തനത്താണിയിലെ ശിഹാബ് എന്ന് പറയുന്ന സഹോദരൻ ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് നടന്നത് 10,000 കിലോമീറ്ററിൽ താഴെയാണ്. എന്നിട്ട് എത്തിയത് 1.5 കൊല്ലം കൊണ്ടാണ്. സിറാത്തിന്റെ നീളമെന്ന് പറയുന്നത് 762,62,30,000 കിലോമീറ്ററാണ്. അല്ലാഹുവേ, ഞങ്ങൾക്കത് വിട്ടുകിടക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. മാത്രമല്ല, 1000 കൊല്ലം കുത്തനെ കയറ്റമാണ് സിറാത്ത്. നമ്മൾ വിചാരിക്കുന്ന ഒന്ന് നായർത്തോട് നടക്കുന്ന പാലത്തിന്റെ പണി പോലെ സുഗമമായി കയറി ചെല്ലാമെന്ന് അല്ല. 1000 കൊല്ലം സഞ്ചരിക്കാനുള്ള ദൂരം കുത്തനെ കയറ്റമാണ്. 1000 കൊല്ലം സഞ്ചരിക്കാൻ കുത്തനെ ഇറക്കമാണ്. അമിതമായ കയറ്റവും പ്രശ്നമാണ്, അമിതമായ ഇറക്കവും പ്രശ്നമാണ്. അമിതമായ കയറ്റം കയറാൻ പ്രയാസം വരും, അമിതമായ ഇറക്കം നമുക്ക് നിയന്ത്രണം കിട്ടാതെയും വരും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ സിറാത്തിൽ നമ്മുടെ പാദങ്ങൾ ഉറപ്പിച്ചു നിൽക്കാൻ, ആ സിറാത്തിൽ നമ്മുടെ പാദങ്ങൾ ഉറപ്പിച്ചു നിൽക്കാൻ വേണ്ടി നാം നമ്മുടെ വീട്ടിൽ നിന്ന് ബാത്റൂമിലേക്ക് പോകുമ്പോൾ റസൂലുള്ളാഹിന്റെ സുന്നത്തായ ആ ചെരുപ്പ് ധരിച്ചാൽ ആ ചെരുപ്പ് പോലും നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാണ്. അല്ലാഹുമ്മ സബ്ബിത ഖദമൈഹി അലസ് സിറാത്ത്, പടച്ചോനെ സിറാത്തിൽ ഇദ്ദേഹത്തിന്റെ കാല് ഉറപ്പിച്ച് നിർത്തണേ അല്ലാ. ഇന്നധിക വീട്ടിലും ബാത്റൂം അകത്തേക്കാരം. അകത്ത് പെണ്ണുങ്ങൾ ചിലപ്പോൾ ചളിയാവുമെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യൂല, ചെരുപ്പയിലിടൂല. ചില വീടുകളിലൊക്കെ ചെരുപ്പുണ്ടാവും. ഇനി ചെരുപ്പ് ഉണ്ടായാൽ തന്നെ നമ്മൾ ചിലപ്പം ചെരുപ്പ് ചവിട്ടാൻ നിൽക്കില്ല. സംഗതി നിസ്സാരമായൊരു സുന്ന. ഇനി അത് ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ വേറെയുമുണ്ട്. അതുകൊണ്ട് ഈ ചെരുപ്പ് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാണ്. നാം കിടന്ന വിരിപ്പ് ഏത് കമ്പനിയുടേതായിക്കോട്ടെ അത് നമുക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹുമ്മ അഅ്തിഹിൽ ഫിറാശൽ മർഫൂഅ, സ്വർഗത്തിന്റെ ഉന്നതമായ വിരിപ്പിനെ കൊടുക്കണേ അല്ലാ. സ്വർഗത്തിന്റെ അലങ്കാരങ്ങൾ നൽകണേ അല്ലാ. ചെരുപ്പ് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ അഅ്തിഹി, അല്ലാഹുമ്മ സബ്ബിത ഖദമൈഹി അലസ് സിറാത്ത്, സിറാത്തിൽ ഈ പാദം ഉറപ്പിച്ച് നിർത്തണേ അല്ലാ. മാത്രമല്ല, നമ്മൾ ഒന്നു ചെയ്യാൻ വേണ്ടി ആദ്യകാലത്തൊക്കെ പാത്രത്തിൽ വെള്ളം എടുത്തിട്ടില്ലേ, കിണ്ടി എന്ന് പറയുന്ന ഒരു പാത്രം ഉണ്ടായിരുന്നില്ലേ, അതിലൊക്കെ വെള്ളം എടുത്തിട്ടാണ് ഒന്നു ചെയ്യുന്നത്. ഇന്നിപ്പോൾ അതൊന്നും കാണാനില്ല. ചില വീടുകളിലൊക്കെ ഉണ്ടാവും. ഇന്നൊക്കെ ടാപ്പ് തുറന്ന് ഇടലാണ്.
അപ്പോൾ നമ്മൾ ഉദു ചെയ്യാൻ വേണ്ടി പാത്രമെടുത്താൽ, വെള്ളമെടുത്താൽ, വെള്ളത്തിൻ്റെ പാത്രമെടുത്താൽ ആ പാത്രം പോലും നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ അഅതിഹി മിൻ അക്വാബിൽ ജന്ന, സ്വർഗത്തിൻ്റെ പാനപാത്രം അദ്ദേഹത്തിന് നൽകണേ അല്ലാഹ്. ഹൗദുൽ കൗസർ എന്ന പാനീയം കുടിക്കാൻ ഒരുപാട് കപ്പുകളുണ്ട്, ഒരുപാട് കപ്പുകൾ, പാനപാത്രങ്ങളുണ്ട്. അതുകൊണ്ട് അല്ലാഹുവേ, സ്വർഗത്തിൻ്റെ പാത്രം ഇദ്ദേഹത്തിന് നൽകണേ അല്ലാ. മാത്രമല്ല വൈദാ തവല്ല, അങ്ങനെ അവൻ ഉളൂ ചെയ്താലോ യദൂ ലഹുൽ മാ, ആ ഉളൂ ചെയ്ത വെള്ളം പോലും അവന് വേണ്ടി അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ തഹ്ഹിറുഹു മിനദ്ദുനൂബി വൽ ഖതായാ. ആ വെള്ളം, നമ്മൾ ഉളൂ ചെയ്ത വെള്ളം പോലും നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ തഹ്ഹിറുഹു മിനദ്ദുനൂബി വൽ ഖതായാ, എല്ലാ ദോഷങ്ങളെ തൊട്ടും ഈ മനുഷ്യനെ പരിശുദ്ധനാക്കണേ അല്ലാഹ്. അല്ലേ, നമ്മൾ മയ്യിത്ത് നിസ്കാരത്തിൻ്റെ ദുആയിൽ നമ്മൾ ദുആ ചെയ്യാറുണ്ട് അല്ലേ? എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും ഇദ്ദേഹത്തെ സംസ്കരിക്കണേ അല്ലാഹ്. നാം വുളൂ ചെയ്യാൻ ഉപയോഗിച്ച വെള്ളം നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ തഹ്ഹിറുഹു മിനദ്ദുനൂബി വൽ ഖതായാ, എല്ലാ തിന്മകളിൽ നിന്നും, എല്ലാ മോശമായ കാര്യങ്ങളിൽ നിന്നും ഇദ്ദേഹത്തെ നീ സംശുദ്ധമാക്കണേ അല്ലാഹ്. മാത്രമല്ല വൈദാ ഖാമ ഇല സ്വലാഹ്, അങ്ങനെ അവൻ നിസ്കാരത്തിന് വേണ്ടി, അവൻ്റെ വീട്ടിലല്ലേ അവനുള്ളത്, അവൻ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നാൽ ആ വീട് അവനക്ക് വേണ്ടി ദുആ ചെയ്യുമത്രേ. അല്ലാഹുമ്മ നവ്വിർ ഖബറഹു വസ്സി ഖബറഹു വനവ്വിർ ഹുഫറതഹു വസിദ് റഹ്മതഹു. അല്ലാഹുവിൻ്റെ ഹബീബ് പറയുകയാണ്, ആ വീട് നമുക്ക് വേണ്ടി ദുആ ചെയ്യാണ്. അല്ലാഹുമ്മ വസ്സി ഖബറഹു, പടച്ചോനെ ഒരാൾക്ക് ഞെങ്ങി ഞെരുങ്ങി മാത്രം കിടക്കാൻ പറ്റുന്ന ഖബർ, ആ ഖബർ കണ്ണെത്താത്ത ദൂരത്തോളം വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. വനവ്വിർ ഹുഫറതഹു, ആ ഖബറിൻ്റെ ആഴം അവനക്ക് പ്രകാശിതമാക്കണേ അല്ലാഹ്. വസിദ് റഹ്മതഹു, നിന്റെ കാരുണ്യത്തെ ധാരാളമായി അവനക്ക് നൽകണേ അല്ലാഹ്. നമ്മുടെ വീട് നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. നമ്മൾ എത്ര ചെറിയ വീടാവട്ടെ, എത്ര വലിയ വീടാണെങ്കിലും ആ വീട് നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. അല്ലാഹുമ്മ വസ്സി ഖബറഹു വനവ്വിർ ഹുഫറതഹു വസിദ് റഹ്മതഹു. അല്ലാഹുവിൻ്റെ കാരുണ്യത്തെ നമുക്ക് വേണ്ടി ചോദിക്കുകയാണ്. മാത്രമല്ല വയൻദുറുല്ലാഹു തആല ബിർറഹ്മ, അവനിലേക്ക് അല്ലാഹു കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുന്നതാണ്. അല്ലാഹു അവനിലേക്ക് കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുന്നതാണ്. ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ നമ്മൾ പറഞ്ഞല്ലോ, അള്ളാന്റെ കാരുണ്യത്തിൻ്റെ നോട്ടം കിട്ടിക്കഴിഞ്ഞാൽ ലാ യുഅദ്ദിബുഹു ബഅദഹു അബദാ, അള്ളാഹു ഒരിക്കലും തന്നെ അവനെ ശിക്ഷിക്കൂല. അള്ളാന്റെ റഹ്മത്തിൻ്റെ നോട്ടം അങ്ങോട്ട് കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു എന്ത് ചെയ്യൂല, നമ്മളെ ശിക്ഷിക്കൂല. അപ്പോൾ ഈ വീട് നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. പക്ഷെ നമ്മളൊക്കെ ദുആ ചെയ്യാറുണ്ട്. എന്തേ നമ്മുടെ ദുആക്ക് എവിടെ പോയി? ഇത് നമുക്ക് വേണ്ടി നമ്മളെ വസ്ത്രം, നമ്മുടെ ചെരുപ്പുകൾ, അതുപോലെ തന്നെ ഇവരൊക്കെ ദുആ ചെയ്യാൻ നമ്മൾ അള്ളാഹിനോട് എത്രയോ ദുആ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ലഭിക്കുന്നില്ലല്ലോ. പലർക്കും ലഭിക്കുന്നുണ്ട്, നല്ലൊരു ശതമാനം ആളുകൾക്ക് ലഭിക്കുന്നുമില്ല. നമ്മളെ മനസ്സിലുള്ളൊരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇന്നുണ്ട് തോരുന്നാൽ നാളെ നേരം വെളുക്കുമ്പോഴത്തേന് കിട്ടിക്കോളണം, അത് പടച്ചോണ്ട് തന്നോളണം. അങ്ങനല്ല. പ്രവാചകന്മാരുടെ ചോദ്യങ്ങൾക്കും പല സമയത്തും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സാവകാശങ്ങൾ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ചില ദുആകൾക്ക് പെട്ടെന്ന് ഉത്തരം കൊടുത്തിട്ടുണ്ടെങ്കിലും ചില ദുആകൾക്ക് ചില സാവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ദുആ എന്തേ പടച്ചറബ് സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം, മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവരിങ്ങനെ ബസറയിലെ താഴ്വാരത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാൻ, ഇബ്രാഹിം അദ്ഹം തങ്ങൾ ബസറയിലെ താഴ്വാരത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആളുകൾ അവിടെ തടഞ്ഞു വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് കാലമായി അള്ളാഹിനോട് ദുആ ചെയ്യുന്നു, പക്ഷെ ഞങ്ങൾ ദുആ അള്ളാഹ് സ്വീകരിക്കണില്ല. അതിൻ്റെ കാരണം ഇങ്ങോട്ട് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പോയാൽ മതി. ആരോട്? ഇബ്രാഹിം അദ്ഹം തങ്ങളോട്. ആരാ ഇബ്രാഹിം അദ്ഹം തങ്ങൾ? 18 രാജ്യം ഭരിച്ച രാജാവാണ്. 18 രാജ്യം ഭരിച്ച രാജാവാണ്. അങ്ങനെ ബൽഹ കൊട്ടാരത്തിൽ നിന്നാണ് ഒരു പെൺകുട്ടി കാരണം എന്ത് ചെയ്യുന്നത്,
അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ശ്രമമുണ്ടാകുന്നത്. കാട്ടിലേക്കാണ്ട് ഇറങ്ങി 18 രാജ്യവും ചെങ്കോലും എല്ലാ സൗകര്യങ്ങളും എല്ലാ രത്നങ്ങളും വൈരങ്ങളൊക്കെ പതിച്ച വാഹനങ്ങളും എല്ലാം ഒഴിവാക്കിയിട്ട് ഒരു കറുത്ത ഷാളിട്ടുകൊണ്ട് കാട്ടിലേക്കാണ്ട് ഇറങ്ങി ഒരൊറ്റ പെൺകുട്ടി കാരണം. അങ്ങനത്തെ മഹാനായ ഇബ്രാഹിം അദ്ഹം തങ്ങൾ 18 രാജ്യം ഭരിച്ച രാജാവാണ്. അവര് പോലും അത് ത്യജിച്ചിട്ട് അള്ളാന്റെ മാർഗത്തിലേക്ക് വന്നു. നമുക്കെന്താ ഉള്ളത്? നമുക്ക് ഒലക്കട മൂടുള്ളത്. എന്നിട്ട് അതിങ്ങനെ ഇറുക്കി പൊടിച്ചിട്ട് ഇരിക്കണതും നടക്കണതും പ്രവർത്തിക്കണതും സംസാരിക്കണതൊക്കെ കേട്ടാൽ എന്താപ്പോ നമ്മളൊക്കെ ഫിരൗനൊന്നുമല്ല. അള്ളാഹു നമ്മളെ കൽബിൽ നിന്ന് അഹങ്കാരത്തെ മാറ്റി തരട്ടെ. അങ്ങനെ ഇബ്രാഹിം അദ്ഹം തങ്ങൾ ആ കാലഘട്ടത്തിൽ അന്നത്തെ ഇറക്കത്തോടുകൂടി സൂഫി ചക്രവാളത്തിലേക്ക് ഇറങ്ങി വരികയാണ്. എല്ലാം ഒഴിവാക്കി. നിങ്ങൾ ചിന്തിച്ചു നോക്കണേ, ആ കൽബിൻ്റെ റബ്ബിനോടുള്ള ആ താല്പര്യം എത്രയിക്കാരെന്നുള്ളത്. ഒരു രാജ്യം എന്നല്ല, ഒരു കൂട്ടായും പെരുന്തല്ലൂരൊന്നല്ല, 18 രാജ്യം ഭരിക്കുന്ന രാജാവായിരുന്നു ഇബ്രാഹിം അദ്ഹം തങ്ങൾ. അങ്ങനെ ബൽഹ കൊട്ടാരം എന്ന് പറയുന്ന തലസ്ഥാനത്തിരിക്കുമ്പോഴാണ് തൻ്റെ റൂം വൃത്തിയാക്കാൻ, ആ സംഭവങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു പെൺകുട്ടി തൻ്റെ റൂം വൃത്തിയാക്കാൻ വേണ്ടി കയറിയിട്ട് രാജാവിന് വേണ്ടി വിരിച്ചു കൊടുക്കുന്ന ആ പട്ടിൻ്റെ ശീല ഒന്ന് വിരിച്ചിട്ട് ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ടല്ലോ പെണ്ണുങ്ങൾ. നമുക്ക് ആ പണിയൊന്നുമില്ലല്ലോ, നമുക്ക് പോയി കെടുക്കണ പരിപാടിയുള്ളൂ. അതൊന്നും എടുത്തുകൊടുന്നാണ് ഇന്നും കൂടി പറഞ്ഞ ആ ജനുണ്ടായിക്കോ പറയും. അങ്ങനെ ചൊളിവൊക്കെ ഒന്ന് നീർത്തുന്നൊരു പരിപാടി ഉണ്ട്. ചൊളിവ് ഇങ്ങനെ നീർത്തുമ്പോൾ കയ്യിൽ ആ പട്ടിലൂടെ കയ്യൊന്നിങ്ങനെ തടവി വെക്കുമ്പോൾ അവളുടെ ജീവിതത്തിൽ അത്ര മയുള്ളൊരു പട്ടോള് കണ്ടിട്ടില്ലേ. പടച്ചോനെ, ഇതിലാ രാജാവ് കിടക്കണ, ഇതിലാ രാജാവ് കിടക്കണ. ഓളെന്ത് ചെയ്തു? രാജാവ് പുറത്തേക്കല്ലേ, റൂം വൃത്തിയാക്കാൻ വന്നതല്ലേ, ഒന്ന് മെല്ലെ ഒന്ന് ഇരുന്ന് നോക്കിയാലോ. ഇരുന്നപ്പോൾ ഓൾക്ക് തോന്നി ഒരു 2 സെക്കൻഡ് ഒന്ന് കിടന്നാലോ. കിടന്നു, അറിയാതെ ഉറങ്ങിപ്പോയി. അവസാനം രാജാവ് വാതിൽ തുറന്നു വന്നിട്ട് കാലിൻ്റെ കണ്ണിക്ക് 2 പേടാണ്ട് കൊടുത്തപ്പോൾ അവളോട് എണീച്ചത്. അടിയണ്ട് കെട്ടിയേക്ക് ഓളാണ്ട് ചിരിച്ചു. നമ്മളാരെങ്കിലും ചിരിക്കോ? നമ്മൾ ചിരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കൊണ്ടുപോകും VRCക്ക് അടി കിട്ടിയിട്ട് ചിരിച്ചോനെ. അങ്ങനെ അടിയണ്ട് കെട്ടിയിട്ട് ഇപ്പോൾ ചിരിച്ചു. പിന്നെ ഒരു അടിയും കൂടി കൊടുത്തപ്പോൾ ഭയങ്കര കരച്ചിലും. അപ്പോൾ രാജാവിന് ആകെ കൺഫ്യൂഷനായി, ഇതിപ്പോൾ എന്താ പരിപാടി? രാജാവ് ചോദിച്ചു. എന്നിട്ട് പെണ്ണ് പറഞ്ഞു, ഞാൻ ഇനി ഇവിടെ നിൽക്കണില്ല, ഞാൻ പോവാണ് പറഞ്ഞു. നിങ്ങളെ റൂം വൃത്തിയാക്കണ പണിയൊക്കെ ഞാൻ നിർത്തിക്കണിഞ്ഞ് ഞാൻ റിസൈൻ ചെയ്ത് പോവാണ്. ഇജ്ജ് പൊയ്ക്കോ, എനിക്ക് പോകാനുള്ള സമ്മതമൊക്കെ തരാം, പക്ഷെ ഇജ്ജ് എന്തിനാ ആദ്യം ചിരിച്ചതെന്നും ആദ്യം കരഞ്ഞതെന്നും എനിക്ക് പറഞ്ഞു തന്നിട്ട് പോയാൽ മതിയായിരുന്നു. അപ്പോൾ രാജാവിനോട് ആ പെണ്ണ് പറഞ്ഞു, നിങ്ങളൊരു അള്ളാൻ്റെ അടിമയാണല്ലോ, ഞാനും ഒരു അള്ളാൻ്റെ അടിമയാണ്, ഇതൊക്കെ അള്ളാൻ്റെ സൃഷ്ടിയാണ്. എന്നിട്ട് ആ അള്ളാൻ്റെ സൃഷ്ടിയായിട്ടുള്ള നമ്മളെല്ലാവരും അതിൻ്റെ ഒരു ചെറിയൊരു സംഗതി ഉപയോഗിച്ചപ്പോഴേക്ക് നിങ്ങൾ എന്നെ ഇജ്ജാതിയിൽ പൂസിയപ്പോൾ നാളെ ഒരു വക്ത് നിസ്കരിക്കാത്ത നിങ്ങളെ റബ്ബ് എന്താ ചെയ്യാന്ന് ആലോചിച്ചിട്ട് ചിരിച്ചതാണ് കരുതി. ചിന്തിച്ചോക്കാൻ, നിങ്ങൾ ഒരു വക്ത് നിസ്കരിക്കാത്ത നിങ്ങളെ കൊണ്ട് നാളെ റബ്ബ് എന്ത് ചെയ്യിക്കും എന്നോർത്ത് കരഞ്ഞതാണെന്ന്. ചിരിച്ചത് എന്തിനാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതൊക്കെ അള്ളാൻ്റെതാണ്, നിങ്ങളതൊന്നുമല്ല. എന്നിട്ട് നിങ്ങൾ എന്നെ തച്ചല്ലോ, ഇത്ര ഒരു മോശക്കാരൻ പോയത്തക്കാരൻ വേറെ ആരും ഇല്ല, ഇതാ ഞാൻ ചിരിച്ചത്. ആ വാക്കാണ്ട് കേട്ടേക്ക് എല്ലാം ഒഴിവാക്കിയിട്ട് കാട്ട് കണ്ടിറങ്ങി. ആര്? മഹാനായ ഇബ്രാഹിം അദ്ഹം തങ്ങൾ ബൽഹ കൊട്ടാരം വിട്ടിട്ട് പുറത്ത് കണ്ടിറങ്ങി. ഫുള്ള് കാട്ടിലെ ഇബാദത്ത് തന്നെ. അങ്ങനത്തെ ഇബ്രാഹിം അദ്ഹം തങ്ങൾ പിന്നെ ഈ ലോകത്ത് നിന്നുള്ള സഞ്ചാരങ്ങളെ കണ്ട് മാറ്റി വേറൊരു ലോകത്തേക്കാണ്ട് മാറി. അങ്ങനെ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ജീവിക്കുന്നതിൻ്റെ ഇടയിലാണ് ബസറ താഴ്വാരത്തിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ, ബസറയിൽ അങ്ങാടിയിലൂടെ പോകുമ്പോൾ ആളുകൾ അവിടെ പിടിച്ചു വെച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ കുറെ കാലമായി ദോരക്കാൻ തുടങ്ങിയിട്ട്. അള്ളാഹ് ഖുർആനിൽ പറയുന്നുണ്ട്, ഉദൂനി അസ്തജിബ് ലക്കും, ദോർന്നോളി ഞാൻ തരാം. ഞങ്ങളാണെങ്കിലോ ദോർന്ന് കുഴഞ്ഞിക്കണം, ഇന്ന് വരെയും ഒന്നോട്ട് കിട്ടിയിട്ടില്ല. അതിൻ്റെ കാരണം പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് ആരോട് പറഞ്ഞു? മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു. ആ സമയത്ത് ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നിങ്ങളുടെ ഖൽബ് 10 കാരണങ്ങൾ കൊണ്ട് ലിഅന്ന ഖുലൂബക്കും മാതത് ബിഅശ്റതി അശ്യാ. നിങ്ങൾ തോർന്നിട്ട് കിട്ടണില്ലല്ലേ? എന്നാ കാരണം കേട്ടോളി, 10 കാരണമാണുള്ളത് തന്നെ. എത്ര കാരണം? 10 കാരണം. 1, 2, 3, 4, 5 കാരണമല്ല, 10 കാരണമാണ് നിങ്ങളുടെ ദുആ അല്ലാഹ് സ്വീകരിക്കാത്തതിൻ്റെ കാരണം. ഒന്നാമതായിട്ട് പറഞ്ഞതെന്താണ്? മഹാനായ ഇബ്രാഹിം അദ്ഹം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നകും അറഫ്തുമുല്ലാഹ് ഫലം തുഅദ്ദു ഹഖ്ഖഹു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പടച്ചത് അള്ളയാണ്, അള്ളാഹ്ക്കാണ് ഇബാദത്ത് ചെയ്യേണ്ടത്.
ഇനി നാളെ ആഖിറ ലോകത്ത് ചെല്ലുമ്പോൾ നമ്മളെ നന്മ തിന്മയൊക്കെ വിചാരണ ചെയ്യപ്പെടുന്ന ആളും അള്ളയാണ്. നമ്മൾ സ്വർഗത്ത് കാണും നരകത്ത് കാണും പോണ്ട് തീരുമാനിക്കുന്ന ആൾ അള്ളയാണ്. എല്ലാം അള്ളാഹുവിൻ്റെ കുദറത്തോടെ സംഭവിക്കുന്നതാണ്. ഇതൊക്കെ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ നമ്മളിൽ? ആരുമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. പക്ഷെ വലം തുഅദ്ദു ഹഖഹു, ഇങ്ങനൊക്കെ ആണെങ്കിലും അള്ളാഹിനോടുള്ള കടമകൾ നിങ്ങൾ വീട്ടുന്നില്ല. ശരിയല്ലേ? അതിൽ നമുക്കും മെമ്പർഷിപ്പില്ലേ? നമുക്കും അതിൽ മെമ്പർഷിപ്പില്ലേ? ചിന്തിച്ചോക്കാണി. അള്ളാഹുവിനെ അറിയാം, പക്ഷെ അള്ളാഹുവിനോടുള്ള കടമകൾ നമ്മൾ പൂർത്തിയാക്കി വീട്ടുന്നില്ല. ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്തെന്നറിയോ? ഇൻ സഅംതും അന്നകും തുഹിബ്ബൂന റസൂലല്ലാഹ് സുമ്മ തറക്തും സുന്നത. നമ്മൾ ഓരോരുത്തരും പറയുന്നു ഞങ്ങളെ നേതാവ് ആരാണ്? ഇങ്ങോട്ട് പറയും മനുഷ്യന്മാരെ, നോമ്പ് 20 മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലേ? ഈ ലോകം പടച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹിന്റെ അർശ് പോലും പടച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മുടെ സമീപത്തുള്ള എത്രയോ വലിയ സമുദ്രങ്ങളും ജലാശയങ്ങളും പർവ്വതങ്ങളും എല്ലാം പടച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ടോ ആ തങ്ങളുണ്ടായതുകൊണ്ടാണ് നമ്മളുണ്ടായത്. ഞങ്ങളുടെ നേതാവ് നബിയാണ് എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. പക്ഷേ ആ റസൂലുള്ളാഹിന്റെ ചര്യ അങ്ങനെ തന്നെ ഒഴിവാക്കും. എത്ര ആളെ തലയിൽ തൊപ്പിയുണ്ട്, ഞാൻ കുറ്റപ്പെടുത്തല്ല. അങ്ങനെ ഓരോ സുന്നത്തുകളും മുസ്തഫ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബാത്റൂമിലേക്ക് കടക്കുമ്പോൾ ഇടത്തെ കാല് വെച്ച് കടക്കണം, ചെല്ലാനുള്ള ദിക്ർ ചെല്ലണം, അതെല്ലാം കഴിഞ്ഞിട്ട് ചെല്ലാനുള്ളത് ചെല്ലണം. പുറത്തിറങ്ങുമ്പോൾ വലത് കാല് വെച്ചിട്ട് ഇറങ്ങണം, അവിടെ ചെല്ലാനുള്ളത് ചെല്ലണം. പള്ളിയിലേക്ക് കയറി വരുമ്പോൾ ചെല്ലാനുള്ളത് ചെല്ലണം, പുറത്തിറങ്ങുമ്പോൾ ചെല്ലാനുള്ളത് ചെല്ലണം. ആർക്കാ നേരം? നമ്മൾ പാരീസിന് തുണി മാടി പിടിച്ചിട്ടുണ്ട് വരും അല്ലേ? അല്ലാതെ ചെല്ലാനുള്ള ദിക്റൊന്നും നമ്മൾ ചെല്ലലില്ല. എന്നാൽ ഞാൻ അത് കഴിഞ്ഞാൽ തുണിയുണ്ട് താത്തിടോ, അതേമാതിരി കോതറും വരെ പോവുകയും ചെയ്യും. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ, ഞാൻ നിങ്ങൾ ഈ തൊപ്പിയിടാത്ത ആൾക്കാരെ കുറ്റപ്പെടുത്തിയതല്ല, നമ്മൾ ഓരോരുത്തരും പറയുന്നു ഞങ്ങളുടെ നേതാവ് നബിയാണ്. എന്നാലോ റസൂലുള്ളാഹിന്റെ സുന്നത്തൊട്ട് ജീവിതം സുമ്മ തറക്തും സുന്നത്ത, നിങ്ങൾ ആ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ ഒഴിവാക്കുകയും ചെയ്യുന്നു. മാത്രമല്ല മൂന്നാമത്തെ കാരണം ഖറഅതുൽ ഖുർആൻ, നിങ്ങൾ ഖുർആനൊക്കെ ധാരാളമായിട്ട് ഓതുന്നുണ്ട്, പക്ഷേ വലം തഅമലൂബി, ആ ഖുർആൻ അനുസരിച്ച് നിങ്ങൾ അമൽ ചെയ്യുന്നുണ്ടോ? ഇബ്രാഹിം നബി തങ്ങൾ ചോദിക്കുകയാണ് ബസറക്കാരോട്, നിങ്ങൾ ഖുർആൻ ഓതുന്നുണ്ട് ശരിയാണ്, പക്ഷെ ആ ഖുർആൻ അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ? ഞാൻ വിശദീകരിക്കുന്നില്ല. പരിശുദ്ധ ഖുർആനിന്റെ മാസമാണ്. നാലാമത്തത് അകൽതും നിഅമത്തല്ലാഹ്, നിങ്ങൾ അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ ധാരാളം തിന്നുന്നുണ്ട് അല്ലേ? അതൊന്നല്ല, ഞാൻ കടയിൽ പോയിട്ട് വാങ്ങിക്കൊണ്ടെന്നാ ഞാൻ നയിച്ചു തിന്നാണ് എന്ന് പറയാൻ പറ്റുമോ? അള്ളാഹിന്റെ നിയമത്തല്ലാത്ത എന്തെങ്കിലും ഒന്ന് ഇവിടെ തിന്നാൻ കിട്ടുമോ? നമുക്ക് കിട്ടൂല. ഞാൻ വള്ളത്തിൽ പോയിട്ട് കൊടുത്ത, നിങ്ങൾ വള്ളത്തിൽ പോയിട്ട് കൊടുത്താലും വറ്റിൽ പോയിട്ട് കൊടുത്താലും അത് അള്ളാഹിന്റെ നിയമത്താണ്, ഒരു സംശയമില്ല. അള്ളാഹുവിൻ്റെ നിഅമത്തുകളൊക്കെ തിന്നുന്നുണ്ട്, പക്ഷേ വലം തുഅദ്ദു ശുക്റഹ, ഒരു അൽഹംദുലില്ലാ നിങ്ങൾ നല്ലപോലെ പറയാറില്ല. ഇബ്രാഹിം നബി തങ്ങൾ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ ദ്വാ സ്വീകരിക്കാത്തതിൻ്റെ കാരണം. അഞ്ചാമത്തെ കാരണം എന്താണ്? അപ്പോൾ അള്ളാഹിൻ്റെ നിഅമത്തുകൾ അനുഭവിക്കുമ്പോൾ അതിപ്പോൾ നീ തിന്നണ കാര്യം മാത്രമല്ല, നമ്മൾ ധരിക്കുന്ന വസ്ത്രമാണെങ്കിലും നമ്മൾ സഞ്ചരിക്കുന്ന വാഹനമാണെങ്കിലും നമ്മുടെ ആരോഗ്യമാണെങ്കിലും എന്ത് നിഅമത്തുകൾ റബ്ബ് തന്നാലും അതിനൊക്കെ എന്ത് പറയണം? അൽഹംദുലില്ലാ എന്ന് പറയണം. ഇതിങ്ങനെ വെട്ടി വിടുക എന്നല്ലാതെ അൽഹംദുലില്ലാ ഒന്നും പറയാൻ നേരമില്ല. ആ നേരം കൊണ്ട് ഒരു പൂവമ്പഴം കൂടി തിന്നും നമ്മൾ. ആ അൽഹംദുലില്ലാ പറയാനുള്ള സമയം കൊണ്ട് ഒരു പൂവമ്പഴം കൂടി തിന്നാൻ നോക്കും നമ്മൾ. അങ്ങനെ നമ്മളവസ്ഥ. മാത്രമല്ല അഞ്ചാമത്തത് ഖുൽതും മിന്ന ശൈത്താന അദുവക്കും, നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മളെ ശത്രു ആരാണ്? ഇബ്ലീസാണ്. നമ്മളെ ശത്രു ആരാണ്? പള്ളിക്കല മൂലരാന്ന് പറയണ്ടല്ലോ. നമ്മുടെ ശത്രു ആരാണ്? ഇബ്ലീസാണ്. എന്നാലോ ആ ഇബ്ലീസാണെന്ന് പറയുകയും ഇബ്ലീസ് എന്താണോ നമ്മളോട് തോന്നിപ്പിക്കുന്നത് അത് മാത്രം ചെയ്യാം. ഇബ്ലീസ് നമ്മളോട് എന്താണോ തോന്നിപ്പിക്കുന്നത് ആ പണി ചെയ്തുകൊണ്ടിരിക്കുക. ഇബ്ലീസ് ശത്രു ആണെങ്കിൽ ശത്രുവിൻ്റെ വൈത്താൽ ആരെങ്കിലും നടക്കുമോ? ശത്രുവിൻ്റെ വൈത്താൽ. ഇപ്പം ഞാനൊരു വാളെടുത്തിട്ട് നിങ്ങളെ കൊല്ലാൻ വേണ്ടി തയ്യാറായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും അള്ളാ നമ്മളെ പള്ളികളെ കത്തിപ്പില്ല അത് ഇവിടെ വെട്ടിക്കോളിന്നറിയോ? പറയില്ലല്ലോ. അപ്പോൾ ഇബ്ലീസ് ശത്രുവാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും അവൻ നിങ്ങൾ ഒഴിവാക്കണില്ല.
അവനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നില്ല. മറിച്ച് വവാഫഖതുമോ, അവൻ്റെ കൂടെ നടക്കുന്നു. നിസ്കാരം നടക്കുമ്പോൾ പള്ളിയുടെ പരിസരത്ത് വെറുതെ സ്വറ പറഞ്ഞു കുത്തിയിരിക്കുന്നു. അവനാണ് ഏറ്റവും വലിയ ഇബ്ലീസ്. അപ്പൊ ഇബ്ലീസ് ശത്രുവാണെന്ന് പറയാ, എന്നിട്ട് അവൻ്റെ കൂടെ നടക്കുക, അവനെ ഒഴിവാക്കുന്നില്ല. മാത്രമല്ല, ആറാമത്തത് ഇന്നൽ ജന്നത ഹഖുൻ ഫലം തഅമലൂ ലഹാ. നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയാം സ്വർഗം സത്യമാണെന്ന്. നമ്മളെ മയ്യത്ത് കൊണ്ടുപോയിട്ട് ഖബറിൽ വെച്ചിട്ട് നമ്മളെ മുഖ്രി ഉസ്താദ് എന്ത് ചെയ്യും? തൽക്കീൻ ചെല്ലുന്ന സമയത്ത് പറയാറുണ്ട്, ഇന്നൽ ജന്നത ഹഖുൻ വന്നാറ ഹഖുൻ വഅന്ന ലിഖാ അല്ലാഹി തബാറക വതആല ഹഖുൻ. സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്, ഹിസാബ് സത്യമാണ്, സിറാത്ത് സത്യമാണ്, ഇതൊക്കെ സത്യമാണ്. പക്ഷെ നമ്മളാരും സ്വർഗം സത്യമാണിച്ചിട്ട് സ്വർഗത്തിന് വേണ്ടി മെനക്കെടുന്നുണ്ടോ? മെനക്കെടുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന മെനക്കെട് അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ഇങ്ങനൊന്നും പോരാ, ഒന്നും കൂടെയൊക്കെ ഉഷാറാവണം എന്നാണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞു കൊണ്ടുവരുന്നത്. ഏഴാമത്തതോ ഇന്നന്നാറ ഹഖ്. നിങ്ങൾ ഓരോരുത്തരും പറയുന്നുണ്ടല്ലോ നരകവും സത്യമാണെന്ന്. പക്ഷേ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഫലം തഹറബൂ മിൻഹാ, അതിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല. ഇതൊക്കെ നിങ്ങളെ ദ്വാ സ്വീകരിക്കാതിരിക്കാനുള്ള 10 കാരണങ്ങളാണ്. നരകമുണ്ട്, കുറച്ചോനെ നരകം ഭയങ്കര സംഭവമാണല്ലോ എന്നൊക്കെ നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാം, അറിയാം. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, ആ നരകത്തിൽ നിന്ന് ഓടിയകലാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നില്ല. വീണ്ടും പറയുന്നു, 8ാമത്തെ കാരണം ഇന്നൽ മൗത ഹഖുൻ ഫലം തസ്തഇദ്ദൂ ലഹു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം മരണം സത്യമാണെന്ന്. പക്ഷേ ആ മരണത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറായിട്ടില്ല. അതെങ്ങനെ ഉസ്താദ് നിങ്ങൾക്കറിയാം മരണത്തിന് തയ്യാറായിട്ടില്ല എന്നുള്ളത്? മരണത്തിന് തയ്യാറാവാത്തോണ്ടല്ലേ നമ്മളിങ്ങനെ വലിയ ഉഷാറിലിരിക്കണത്. നമ്മൾ ഇത്ര ഉഷാറിലിരിക്കണത് മരണത്തിന് തയ്യാറാവാത്തോണ്ടാ. മരണത്തിന് തയ്യാറായ മനുഷ്യനാണെങ്കിൽ, പടച്ചോനെ മരണം എന്ന ചിന്ത ഉള്ള മനുഷ്യനാണെങ്കിൽ അവൻ്റെ മുതുക് താനുണ്ട് വളയും, പേടിച്ചിട്ട്. മനസ്സിലായ? നമുക്ക് പേടിയുണ്ടോ? നമ്മൾ ആരോടാന്ന് ചോദിച്ചാൽ ഞാനോടാ അറിയും. അപ്പോ മരണമുണ്ട് എന്ന് ഒരാൾക്കും സംശയമില്ല. നമുക്കതിന് തോന്നും, എനിക്കിപ്പോൾ 40 വയസ്സായിട്ടുള്ളൂ, ഇല്ല ഒരു 10-15 കൊല്ലം കൂടിയൊക്കെ സുഖമായിട്ട് പോയി. കാരണം അങ്ങനല്ല, ഏത് സമയത്തും മരണം ഉണ്ടാവും, ഏത് സമയത്തും മരിക്കും. അള്ളാഹു എപ്പോഴാണ് നമ്മുടെ മരണമെങ്കിലും ഈമാൻ അള്ളാഹു സലാമത്താക്കി തരട്ടെ. അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉറപ്പാണ് മരണം സത്യമാണെന്ന്. പക്ഷെ മരണം സത്യമാണ് എന്നുണ്ടെങ്കിലും നമ്മൾ ആ മരണത്തിന് വേണ്ടി തയ്യാറാവില്ല. പ്രത്യേകിച്ച് യുവസമൂഹം തീരല്ല. അത് ഓരോ പ്രവർത്തനങ്ങളും നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. നമുക്ക് മരിക്കുന്ന ഉറപ്പുണ്ടെങ്കിലും നമ്മൾ എപ്പോൾ മരിക്കും എന്നതിനെ കുറിച്ച് നമുക്ക് ആർക്കും അറിയില്ല. എന്നാലും നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്കൊരു തോന്നല, ഇല്ല ആയിട്ടില്ല, കുറച്ചും കൂടിയൊക്കെ അത് പോയിക്കാരം എന്നൊരു ചിന്താഗതിയാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ മരണം ഏത് സമയത്താണെങ്കിലും നല്ല സമയത്ത് നല്ല കലിമ പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. 9ാമത്തെ കാര്യം ഇൻതബഹ്തും മിനന്നൗം വസ്തഖൽതും ബിഉയൂബിന്നാസ് വതറകതും ഉയൂബകും. നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് കണ്ടോണം, എന്നാൽ നിങ്ങൾ മറ്റുള്ളവൻ്റെ കുറ്റം കുറവും ഇങ്ങനെ നോക്കി നടക്കുക. നിങ്ങളെ പ്രശ്നങ്ങളും ഇതൊക്കെ എന്ത് ചെയ്യുക, അത് മാറ്റി വെക്കും ചെയ്യുക. നമ്മളെ ന്യൂനതകളൊന്നും ചർച്ച ചെയ്യാതെ മറ്റുള്ളവൻ്റെ ന്യൂനതകളെക്കുറിച്ച് ചർച്ച ചെയ്യുക. നിങ്ങളുടെ ദുആ സ്വീകരിക്കാതിരിക്കാനുള്ള ഒരു കാരണം അതാണ്. 10ാമത്തതെന്തെന്നറിയോ? ദഫൻതും മൗതാകും ഫലം തഅതബിറൂ ബിഹിം. എത്രയോ ആളുകൾ മരിച്ചു. ഈ നമ്മുടെ പള്ളിക്കാട്ടിൽ കിടക്കുന്ന എത്രയോ കബറാളികൾ നമ്മൾ മറവ് ചെയ്തതാണ്. നമ്മൾ ഓരോരുത്തരും അതിൽ പങ്കാളികളായിട്ടുണ്ട്. ഇനി മറവ് ചെയ്യാൻ പങ്കെടുത്തിട്ടില്ലെങ്കിൽ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, അതുമല്ലെങ്കിൽ ആ വീട്ടിലൊന്ന് പോയി വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്തവരാണ്. നമ്മിൽ നിന്ന് മരണപ്പെട്ട ആളുകളെ നമ്മൾ മറവ് ചെയ്തു. പക്ഷേ ഫലം തഅതബിറൂ ബിഹിം, അതിൽ നിന്നും നമ്മൾ പാഠം ഉൾക്കൊണ്ടിട്ടില്ല. 3 പിടി മണ്ണ് വാരിയിട്ട് ഖബറിലേക്ക് ഇടണം. ആ സമയത്ത് നമ്മൾ പറയണം, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ. ആ 3 പിടി മണ്ണ് വാരിയിടുമ്പോഴും ഒരു കയ്യിൽ ഫോണാണ്, അടുത്തതിൽ നമ്മുടെ കയ്യിൽ ഫോണാണ്. എവിടെ വെച്ചാണ് നമ്മൾ പാഠം ഉൾക്കൊള്ളുക? എന്നാണ് നമ്മൾ പാഠം ഉൾക്കൊള്ളുക? ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയാലല്ലാതെ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ തലക്ക് മീതേക്ക് ഉയരുകയില്ല. അപ്പൊ ആ ദുആ സ്വീകരിക്കണോ? ഈ 10 കാരണങ്ങളും അവിടെ ഒഴിവാക്കണം. 1-2 കാരണമല്ല.
ഒന്നും രണ്ടും കാരണമല്ല, 10 കാരണങ്ങളെ നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ റബ്ബ് നമ്മുടെ ദുആ സ്വീകരിക്കും. അതുകൊണ്ട് നമ്മളും ദുആ ചെയ്യുന്നവരാണ്. അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ആ പറഞ്ഞ സിറാത്തിൽ നമുക്ക് രക്ഷ നേടണമെങ്കിൽ അവസാനം നമ്മൾ പോകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു കലിമയുമായിട്ടാണ് പോവാൻ പറ്റണം. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഖബറിൽ ചെന്നാലും സുഖമാണ്. ഇവിടത്തേനെക്കാട്ടി സുഖമാണ് ഖബറിൽ. ഇല്ലെങ്കിലോ? ഇല്ല എങ്കിലും പ്രയാസമാണ്. ഖബർ ഓരോ ദിവസവും നമ്മളോട് വിളിച്ച് പറയുന്നുണ്ടെന്നാണ്. അന ബൈത്തുദ്ദൂദ്, ഞാൻ പുഴുക്കളുടെ വീടാണ്. അന ബൈത്തുത്തുറാബ്, ഞാൻ മണ്ണിൻ്റെ വീടാണ്. അന ബൈത്തുൽ വഹദ, ഞാൻ ഏകാന്തതയുടെ വീടാണ്. ഇങ്ങനെ ഖബർ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഖബറിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ ആവുറത്ത് കാണിച്ചിട്ട് മടക്കി കുത്തിയിട്ട് ഇങ്ങനെ പോണത്. ജുമാക്കൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഞാൻ റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കും. ഓരോ മഹാന്മാരിങ്ങനെ വരണണ്ടാല് പുറത്തേക്ക് വാതിലില്ലാത്തത് നന്നായി. എന്ത് തീരെ ഒരു അന്തല്ല. ഞാൻ ഇപ്പം എന്താ കാട്ടുക? ഇവിടെ ഇതിൽ കൂടെ ഇങ്ങനെ വരുമ്പോൾ ഇനിയിപ്പോൾ ഒരു മഹാന്റെ ഒരു മക്കബറ നമ്മളെ പള്ളിയുടെ ചാരത്തുണ്ട്. ഇനി ഒരു മഹാനും ആവണ്ട. ഒരു ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? എഴുന്നേറ്റുന്നപ്പോൾ അതൊരു മനുഷ്യനല്ലേ? ആ ഒരു പരിഗണനയിൽ നമ്മൾ കൊടുക്കണ്ടേ? ഖബർ എല്ലാ ദിവസവും ഇങ്ങനെ പറയുന്ന നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പോകുമ്പോൾ നമ്മളിങ്ങനെ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ പൈസി ഞാൻ മണ്ണിൻ്റെ വീടാണ്, ഒടുവിൻ്റെ വീടാണ്, ഓരോരുത്തരോടും പറയാം. അങ്ങനെ ആയിക്കോട്ടെ. നമ്മൾ തുണിയൊക്കെ തന്നെ മടക്കി കുത്തി ബടായും വിട്ട് ചില ആൾക്കാർ ആത്മാവ് പുകയിച്ചല്ലാതെ പള്ളിക്കാട് വിട്ട് കിടക്കൂല. ഇതൊക്കെ ഇതിൽ പെട്ടതാണ്. ഇതൊക്കെ നമ്മൾ മാറ്റണം. ഇതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു. എങ്ങനെയാണ് അത് നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ് എനിക്ക് ചിന്തിച്ചിട്ട് കിട്ടാത്തത്. ഇത്രയും സ്ഥലം നടക്കണം നമ്മളെ പള്ളിപ്പറമ്പിൽ കൂടെ ഒക്കെ പോവുകയാണെങ്കിൽ. അതേപോലെ കുറേ മക്കളുണ്ട്. മക്കളുടെ ട്രൗസർ ഇട്ടിട്ട് പറഞ്ഞേക്കാം. മക്കളെ കുറ്റം പറയാൻ ഞാൻ തയ്യാറല്ല. ഈ മക്കൾ വെറുതെ വന്നാണ്, അന്തരീക്ഷത്തിൽ നിന്ന് വീണതാ ആണോ? മഞ്ഞിൻ്റെ മഴ പെയ്യാറുണ്ട് എന്ന മാതിരി വീണതല്ലല്ലേ ഞങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പള്ളിപ്പറമ്പിൽ കൂടെ ഒക്കെ പോകാതല്ല. അതൊക്കെ നല്ല ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളതൊരു വലിയൊരു പ്രശ്നമാക്കുമല്ല. നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യും? അങ്ങോട്ട് തുണിയൊക്കെ ഒന്ന് മടക്കി കുത്തിപ്പോവും. പക്ഷെ ചെയ്യരുത്, അതൊരിക്കലും ചെയ്യരുത്. ഇനിയിപ്പോൾ ഉസ്താദിൻ്റെ വണ്ടി ഇവിടെ ഇല്ല, അപ്പം കുത്ത, അങ്ങനെ ഹുക്കുമ് ദീനിലില്ല. ഉസ്താദിൻ്റെ വണ്ടി പള്ളീൻ്റെ മുമ്പിലില്ല എന്നുണ്ടെങ്കിൽ മടക്കി കുത്താന്നുള്ള ഹുക്കുമൊന്നും ദീനിലില്ല. എപ്പോഴും ഒരേ ഹുക്കുമൻ. അള്ളാഹു നമുക്കൊക്കെ നല്ല ബോധം തരട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റേണ്ടതുണ്ട്. നമ്മൾ മാറ്റണം. അപ്പോൾ ഈ ലാ ഇലാഹ ഇല്ലല്ലയോട് കൂടിയിട്ട് മരിക്കണമെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? നമ്മളതിനുള്ള ശ്രമം പെടുന്നതന്നെ നടത്തണം. ഒരിക്കൽ ബഗ്ദാദിൽപ്പെട്ട ഒരു പണ്ഡിതൻ ബഗ്ദാദിൻ്റെ ഒരു ഖാദി ഉറക്കത്തിൽ കാണുകയാണ്. അദ്ദേഹം ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുകയാണ്. ബഗ്ദാദിലൊരു പണ്ഡിതൻ മുത്തുനബിയെ സ്വപ്നത്തിൽ കാണുകയാണ്. റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണുക എന്നങ്ങോട്ട് പറയുമ്പോൾ ഇപ്പം നിങ്ങളെ മനസ്സിലേക്ക് ഇങ്ങനെ തോന്നണില്ലേ? മനസ്സിലേക്ക് തോന്നിയില്ലേ? നമ്മളെ കൊണ്ട് പറ്റൂല. തോന്നിയില്ലേ? നമ്മളെ കൊണ്ട് പറ്റൂല. അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചോ, കുറച്ചോ എനിക്കും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് തോന്നുന്നത് എന്താണ് മക്കളെ? ഒരു സൈസ് മക്കളും ഒരു സൈസ് നാടും. അപ്പോൾ നിങ്ങളിവിടെ വന്നിരുന്നോളൂ. ഈ AC ൻ്റെ തണുപ്പിൽ ഇവിടെ വന്നിരിക്കട്ടാ. അവിടെ നിന്ന് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ മൂട്ടിയിട്ട്. ഇപ്പം ഞാനിങ്ങനെ പ്രാന്താവണത് വെറുതെ എന്നല്ല, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ എന്തിനേറെ പറയുന്നു, ബഗ്ദാദിലെ ഒരു പണ്ഡിതൻ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണാം. നമ്മൾക്കിത് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി വരികയാണെന്ത്? ഇല്ല, എന്നെക്കൊണ്ട് അതിന് പറ്റൂല. അങ്ങനല്ല. ഏതൊരാൾക്കും ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ കാണാം. നിയ്യത്ത് നമ്മൾ നന്നാക്കിയിട്ട് ആഗ്രഹിക്കണം. അതിനു വേണ്ടി നമ്മൾ അധ്വാനിക്കണം. അല്ലാഹുവേ, മരിക്കുന്നതിൻ്റെ മുമ്പ് മനാമിലെങ്കിലും ഹബീബിനെ ഒന്ന് കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഈ വൈലത്തൂര് നമ്മൾ അടുത്ത നാടല്ലേ? വൈലത്തൂരുള്ള അയ്യായ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു ചെറുപ്പക്കാരൻ കുട്ടി, ഒരു 12 വയസ്സ് പ്രായമുള്ളൊരു കുട്ടി, ഒരിക്കൽ ഒരു ഇബാദിൻ്റെ പ്രവർത്തകൻ റസൂലുള്ളാഹിൻ്റെ ശരീരത്തിൻ്റെ വിശേഷണങ്ങൾ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹിൻ്റെ കണ്ണെങ്ങനെയാണ്, കവിളെങ്ങനെയാണ്, റസൂലുള്ളാഹിൻ്റെ ശാരീരിക പ്രകൃതി എങ്ങനെയാണ്, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു 12 വയസ്സായൊരു കുട്ടി സ്റ്റേജിൻ്റെ മുന്നിൽ കട ചെന്നിട്ട് നിർത്തി അവിടെ
നിർത്തി അവിടെ ആയിരുന്നു. സദസ്സ് ഒന്നടങ്കം അമ്പരന്ന് പോയി. ഓനെ പഠിപ്പിച്ച ഉസ്താദുമാരടക്കണ്ട സദസ്സിൽ നിർത്തി അവിടെ ആയിരുന്നു. എല്ലാവരും സ്റ്റക്ക. എന്ത് കാരണം എന്ന് വെച്ചു. പ്രസംഗിക്കണ്ടായിരുന്നു. റസൂലുള്ളാഹിനെ പറ്റി ഇവിടെ പ്രസംഗിക്കണ്ടായിരുന്നു. വേറെ എന്തും പ്രസംഗിച്ചോളി. കുട്ടിക്ക് ഇതിൻ്റെ കേട്ടിട്ട് സഹിക്കണില്ല. അവസാനം അവൻ്റെ മദ്രസയിലെ സദർ ഉസ്താദ് ആ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഓനെ ഓഫീസിൽ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ എന്ത് പണിയാടാ ഈ കാണിച്ചത്? എടുത്തേക്ക് കുട്ടി പറഞ്ഞു, പൊന്നാര ഉസ്താദ് എന്നോട് ക്ഷമിക്കണം, എൻ്റെ അടുത്ത് അദബുകേടാണ് വന്നതെങ്കിൽ എനിക്കത് പൊരുത്തപ്പെട്ട് തരണം. ഞാൻ ഹബീബായ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടതും ഈ ഉസ്താദ് പറയണതും തമ്മിൽ ഒരു ബന്ധമില്ല എൻ്റെ ഉസ്താദ്. അതുകൊണ്ടാണ് ഇനി പറയണ്ടെന്ന് ഞാൻ പറഞ്ഞത്. എങ്ങനെ കുട്ടി കണ്ടെന്ന് ചോദിക്കി. ഒരിക്കൽ ഇതേപോലൊരു വയല് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് വിശദീകരിച്ചപ്പോൾ കുട്ടിൻ്റെ ഉപ്പാനോട് കുട്ടി ചോദിച്ചത്രേ, എന്താ ഉസ്താദ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചപ്പോൾ കുട്ടിൻ്റെ ഉപ്പ പറഞ്ഞത്രേ, ഇജും സലാത്തല്ലി കിടന്നാൽ അനക്കും കാണാം റസൂലുള്ളാഹിനെ. 1000 സലാത്ത് ചാണ്ട് ചൊല്ലി കിടന്നോക്കാം, അനക്കും കാണാൻ പറ്റും. ആരെ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനക്കും കാണാം. എന്നാ പറ്റി നിങ്ങൾ ആ ദിക്റ് ചെല്ലണ കൗണ്ടർ എനിക്ക് തരുമോയിച്ചു. എന്നാന്ന് കൊടുത്തു. 1000 സ്വലാത്ത് ചൊല്ലിയിട്ട് അയ്യായിലെ കുട്ടി അവിടെ കിടന്നു. അന്നത്തെ രാത്രി ഉറക്കത്തിൽ വന്നു ഹബീബ് മുഹമ്മദ് മുസ്തഫ. നമുക്കിതിന് കേൾക്കുമ്പോൾ തന്നെ തോന്നാ നമ്മളെ കൊണ്ട് പറ്റൂല. അപ്പോൾ ആ കുട്ടി കണ്ടതും ഉസ്താദിന്റെ വിശദീകരണം തമ്മിൽ ഒരു നിലക്കും തീർന്നില്ല, യോജിക്കുന്നില്ല. കാരണം ആ കുട്ടിയും കുട്ടിയുടെ ഉമ്മയും കുട്ടിയുടെ ഉമ്മയുടെ അനിയത്തിയും പെങ്ങളും അടക്കമുള്ള 4 പേര് മദീനയിൽ വെച്ചുകൊണ്ട് ഉംറക്ക് ചെന്നിട്ട് എൻ്റെ സുഹൃത്തിനെ കണ്ടുമുട്ടിയപ്പോൾ നിങ്ങളെല്ലാവരും വന്നിക്കണമെന്ന് ചോദിച്ചു. അതെ, ഞങ്ങളെല്ലാവരും വന്നു. എന്തിപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി പോകുന്നെന്ന് ചോദിച്ചു. എന്താ ഇവനാണ് കാരണക്കാരനെന്ന് പറഞ്ഞു. കുട്ടി അത് കണ്ടതിന് ശേഷം പറഞ്ഞു, എനിക്ക് ഇന്ന് തന്നെ പറ്റിയാൽ മദീനയിലെത്തണം. എല്ലാവരും കൂടി കുടുംബസമേതം പോയി ഹബീബായ റസൂലുള്ളാഹിന്റെ മദീനയിലേക്ക്. നോക്കാം നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും തൗഫീഖ് തരട്ടെ. അങ്ങനെ ബഗ്ദാദിലെ ഒരു പണ്ഡിതൻ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണുകയാണ്. മാത്രമല്ല, എങ്ങനെയാണ് മുത്തുനബിയെ കാണുന്നതെന്നറിയോ? പൂനിലാവിൻ്റെ ശോഭയാണ് ഹബീബിൻ്റെ മുഖത്തിന്. പക്ഷേ ആ പണ്ഡിതൻ കാണുമ്പോൾ വിവർണമായ മുഖമാണ്, നിറം വ്യത്യാസപ്പെട്ടുകൊണ്ടാണുള്ളത്. ആ സമയത്ത് ആ സ്വപ്നത്തിലൂടെ ആ പണ്ഡിതൻ ചോദിച്ചു, മാലി അറാക മുതഗയ്യിറുൽ ലൗൻ, അള്ളാന്റെ ഹബീബ് ഇങ്ങനെ വിവർണമായ മുഖത്തോടെ അങ്ങേ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലല്ലോ, എന്തേ കാരണമെന്ന് ചോദിച്ചപ്പോൾ അവിടെന്ന് പറയുകയാണ്, ഇന്നത്തെ ഒരൊറ്റ രാത്രിയിൽ ഒരുപാട് ആളുകൾ, അഥവാ 70,000 ആളുകൾ, 70,000-ഓളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. എത്രയോ ആളുകൾ മരണപ്പെട്ടിട്ട് അതിൽ നിന്ന് 2 പേര് മാത്രമാണ് ഈമാനോടെ മരിച്ചിട്ടുള്ളത്. 1000-കണക്കിന് ആളുകൾ മരിച്ചിട്ട് വെറും 2 ആൾ മാത്രമാണ് ഈമാനോടെ മരിച്ചത്. ബാക്കി എല്ലാവരും ഈമാനിൽ വൽ ബാഖി അലാ ഗൈരിൽ ഈമാൻ, ബാക്കി എല്ലാവരും ഈമാനില്ലാതെയാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത്. ആ സമയത്ത് ആ പണ്ഡിതനാകുന്ന ഖാദി ചോദിക്കുകയാണ്, മാ യസ്നഉൽ ഉസാതു മിൻ ഉമ്മതിക, അങ്ങയുടെ ഉമ്മത്തിൽ നിന്ന് ഈമാനില്ലാതെ മരിച്ചു പോകാൻ എന്ത് തെറ്റാണ് അവർ ചെയ്തത് എന്നാ പണ്ഡിതൻ ചോദിക്കുകയാണ്. ഇനി അതിൽ നിന്ന് രക്ഷപ്പെടാൻ, എല്ലാവരും ഈമാനോട് അങ്ങയുടെ ഉമ്മത്തിൽ നിന്ന് മരണപ്പെടാൻ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ആ പണ്ഡിതൻ, ആ ഖാദിയായ മനുഷ്യൻ റസൂലുള്ളാഹി തങ്ങളോട് സ്വപ്നത്തിലൂടെ ചോദിച്ചപ്പോൾ അവിടെന്ന് പറഞ്ഞു, ഖുദ് ഹാദിഹി സ്വഹീഫ, ഈ കടലാസ് അവിടെ പിടിച്ചോളൂ. എന്താ പറഞ്ഞത്? ഈ കടലാസ് അവിടെ പിടിച്ചോളൂ. ലി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന് വേണ്ടി ഈ കടലാസ് അവിടെ പിടിച്ചോളൂ. ഫമൻ ഖറഅഹ ഔ സമിഅഹ ഔ ഹമലഹ മിൻ ബലദിൻ ഇലാ ബലദ്, ആരെങ്കിലും ആ കടലാസിൽ രേഖപ്പെടുത്തി വെച്ചതിനെ ചൊല്ലുകയോ അല്ലെങ്കിൽ അത് ആരെങ്കിലും ചൊല്ലുന്നത് കേൾക്കുകയോ, അതല്ല എങ്കിൽ അവൻ ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് മാറിപ്പോകുന്ന സമയത്ത് അതവൻ്റെ കൂടെ കൊണ്ടുപോവുകയോ ചെയ്താൽ, ഒരു വീട്ടിൽ നിന്ന്
മറ്റൊരു വീട്ടിലേക്ക് അവൻ താമസം മാറിയാലും, ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് അവൻ താമസം മാറിയാലും, ആ കടലാസിലുള്ളത് അവൻ ജീവിതത്തിൽ പകർത്തിക്കഴിഞ്ഞാൽ, അതുപോലെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പോവുകയാണെങ്കിലും പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ട് മാറിയാലും ഏത് സമയത്തും അതവൻ്റെ കൂടെയുണ്ടെങ്കിൽ യമൂത്തൂന അലൽ ഈമാൻ, ഈമാനോട് അവർക്ക് മരണപ്പെടാൻ സാധിക്കുന്നതാണ്. അതല്ല എങ്കിൽ ഫഅന ബരീഉം മിൻഹു വഹുവ ബരീഉം മിന്നീ, അവൻ എന്നിൽ നിന്ന് ഒഴിഞ്ഞവനാണ്, ഞാൻ അവനിൽ നിന്നും ഒഴിഞ്ഞവനാണ്. ആ സമയത്ത് ആ ഖാദി ചോദിക്കുക, ഖാദി പറയുകയാണ്, ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് ഉണർന്നു. ഇന്തബഹതു മിൻ മനാമി ഫവജത്തു കിതാബൻ ഫീ അമാമതി, ഞാൻ പെട്ടെന്ന് ഉണർന്നിട്ട് ഉറങ്ങുന്ന സമയത്ത് എൻ്റെ തലപ്പാവ് ഞാൻ അടുത്ത് വെച്ചിരുന്നു. ആ റസൂലുള്ളാഹി തങ്ങൾ സ്വപ്നത്തിലൂടെ അതാ ഈ പേപ്പർ പിടിച്ചോളൂ എന്ന് പറഞ്ഞല്ലോ. ഞാൻ പെട്ടെന്ന് എൻ്റെ ഉറക്കിൽ നിന്ന് ഉണർന്നു നോക്കുമ്പോൾ അള്ളാഹിൻ്റെ ഹബീബൻ്റെ കയ്യിലേൽപ്പിച്ച ആ പേപ്പർ, റസൂലുള്ളാഹി തങ്ങളിങ്ങനെ നീട്ടിക്കാണിച്ച ആ പേപ്പർ എൻ്റെ തലപ്പാവിൻ്റെ അകത്ത് കിടക്കുകയാണ്. ആ തലപ്പാവിനകത്തുള്ള പേപ്പറിൽ എഴുതി വെച്ചതെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മൗജൂദു ബികുല്ലി സമാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മഅറൂഫു ബികുല്ലി ഇഹ്സാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മഅബൂദു ബികുല്ലി മകാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മദ്കൂറു ബികുല്ലി ലിസാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹു കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അമാനുൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ദുൽമി സുൽത്താൻ, യാ ഖദീമൽ ഇഹ്സാൻ യാ ഗഫൂർ യാ ഗഫാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇത് റസൂലുള്ളാഹി തങ്ങൾ ബഗ്ദാദിലെ ഒരു പണ്ഡിതന് നേരിട്ട് കൊടുത്തതാണ്. ഇതെവിടെ കിട്ടുക? ഇത് വീട്ടിൽ പോയിട്ട് മൗലിദ് കിതാബ് എടുത്ത് നോക്കിയാൽ കാണാം, സലാമത്തുൽ ഈമാൻ എന്ന് പറയുന്ന ഒരു ദുആ. എന്താണ് സലാമത്തുൽ ഈമാൻ? അതൊക്കെ പെണ്ണുങ്ങൾക്കുള്ളതല്ലേ അല്ലേ? മൗലിദ് കിതാബും ഏടും അദ്കാറൊക്കെ അതൊക്കെ പെണ്ണുങ്ങൾക്കുള്ളത്. ഞമ്മക്കെന്താ പണി? ഞമ്മക്ക് ബടായി വിടൽ തന്നെ. അപ്പോൾ ഈ സലാമത്തുൽ ഈമാൻ, ഈമാൻ സലാമത്താവാനുള്ള ഒരു ദുആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് കൊടുത്തതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈമാൻ സലാമത്തായി മരിച്ചെങ്കിൽ ഇപ്പറയപ്പെട്ട സിറാത്തിൽ നിന്ന് വളരെ സന്തോഷകരമായി മിന്നൽ വേഗതയിൽ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കൂ. അള്ളാഹു സിറാത്ത് മിന്നൽ വേഗതയിൽ വിട്ടുകിടക്കുന്ന മുഖ്ലിസീങ്ങളായ അള്ളാഹിൻ്റെ അടിമകളിൽ പാവങ്ങളായ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. പരിശുദ്ധ റമളാനു ശരീഫ് നമ്മിൽ നിന്ന് വിട പറയുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ പാപമോചനവും അള്ളാഹുവിൻ്റെ നരകമോചനവും ലഭിക്കുന്ന അടിമകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. എല്ലാവരും എഴുന്നേറ്റ് കണ്ട അടുത്തേക്ക് വന്നാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ല, നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന പഴയ മുക്രി ഉസ്താദിൻ്റെ ഒരു പിരിവിൻ്റെ കാര്യം. നിങ്ങളുടെ കയ്യിലുള്ളതിൽ ഇൻഷാ അള്ളാഹ് കഴിവിൻ്റെ പരമാവധി ആ വിഷയത്തിൽ നിങ്ങൾ സഹായിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അതിനുശേഷം ഇൻഷാ അള്ളാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവെ സ്വീകരിക്കണേ അല്ലാഹ്. പരിശുദ്ധ റമളാനു ശരീഫിൻ്റെ മഗ്ഫിറത്തിൻ്റെ 10 ഞങ്ങളോട് വിട പറയുകയാണ്. നിന്റെ മഗ്ഫിറത്ത് ലഭിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നിന്റെ മർഹമത്ത് നൽകണേ അല്ലാഹ്. പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. പ്രതികൂലമായി സാക്ഷി പറയുന്ന നിർഭാഗ്യവാന്മാരെ തൊട്ട് ഞങ്ങളെ അല്ലാഹുവേ, പരിശുദ്ധമായ മജ്ലിസിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന സംഭാവനകളൊക്കെയും ഞങ്ങൾക്ക് സ്വീകരിക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം 2 ലോകത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മാതാപിതാക്കളിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ
الذي جعلنا من أمة محمد صلى الله عليه وسلم حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد أرحم الرحمن يا الملك الجبار يا രാജാതിരാജനായ അല്ലാഹുവേ പരിശുദ്ധമായ മജ്ലിസ് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളെ ഇൽമും അമലും കുറഞ്ഞവരാണ് റഹ്മാനെ. ഞങ്ങളെ ഇൽമും അമലും കുറഞ്ഞതുകൊണ്ട് ഞങ്ങളെ ഇബാദത്ത് നീ നഷ്ടപ്പെടുത്തല്ല അല്ലാ. എല്ലാ കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും പരിഹരിച്ച് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ ധാരാളം ഇബാദത്തുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ പരിശുദ്ധമായ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ, ഈ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനാത്തുകൾ, അല്ലാഹുവേ എല്ലാവരുടെയും ഹലാലും ഖൈറുമായ മുറാദുകളൊക്കെ നീ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ പരിശുദ്ധമായ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് ഇത്രയും മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടി മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് ചോദിക്കുന്നു അല്ലാ, മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് തരല്ല അല്ലാ, ട്യൂമർ നൽകല്ല അല്ലാ, ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ തരല്ല അല്ലാ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ തരല്ല അല്ലാ, വേദന സഹിക്കാൻ പറ്റാത്ത രോഗങ്ങൾ തരല്ല അല്ലാ, കാലിട്ടടിച്ച് പടഞ്ഞ് മരിക്കുന്ന രോഗങ്ങൾ തരല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ പാപികളാണ് റഹ്മാനെ, ഞങ്ങൾ പാവങ്ങളാണ് അല്ലാഹുവേ. ഈ പരിശുദ്ധമായ ദിവസത്തിൽ പരിശുദ്ധമായ സമയത്ത് ഇൽമിൻ്റെ മജ്ലിസിൽ നിന്നുകൊണ്ട് നിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തി കേഴുന്നു അല്ലാ. ഞങ്ങളിലേക്ക് കാരുണ്യത്തിൻ്റെ തിരുനോട്ടം നോക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളിൽ രോഗികളുണ്ട്, സാമ്പത്തിക പ്രയാസമുള്ളവരുണ്ട്, ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്, കുടുംബത്തിൽ വിഷം അനുഭവിക്കുന്നവരുണ്ട്. എല്ലാം ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് പരിഹരിക്കണേ അല്ലാ, സലാമത്താക്കണേ അല്ലാ. എല്ലാറ്റിലുമുപരി ഞങ്ങളുടെ ഈ മജ്ലിസിൻ്റെ സവാബിനെ അല്ലാഹുവേ ഞങ്ങളുടെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന എത്രയോ ഖബറാളികൾ അവിടെയൊക്കെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ കണ്ണെത്താത്ത ദൂരത്തോളം ഖബർ വിശാലമാകുന്ന മുഅ്മിനീങ്ങളിൽ അവരെയും ഞങ്ങളെയും നീ പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ കാരണം ഞങ്ങളെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരുന്ന മക്കളാക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ ഭാര്യ സന്താനങ്ങളും മാതാപിതാക്കളെയും നരകാവകാശികളാക്കല്ലേ അല്ലാ. ജന്നത്തെന്ന സ്വർഗത്തിൽ ജന്നത്തുൽ ഫിർദൗസിൽ ഹബീബിൻ്റെ കൂടെ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ജഹന്നമെന്ന നരകത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ആശയും ഞങ്ങളുടെ പ്രതീക്ഷയും ഞങ്ങളുടെ മക്കളാണ്. അല്ലാഹുവേ അവരെ ആലിമീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മക്കൾ കാരണം ഞങ്ങളെ വശലത്തരത്തിലാക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ ആലിമീങ്ങളും ഹാഫിളീങ്ങളും ആക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ വളർത്തി വലുതാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അല്ലാഹുവേ അവരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാ, ആയുരാരോഗ്യ സൗഖ്യം നൽകണേ അല്ലാ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഞങ്ങളാക്കിയ വന്യരായ ഉസ്താദന്മാരിൽ പലരും ഇന്ന് ഖബറിലാണ്. അവിടെ ബർസഖിയായ ജീവിതം നീ നന്നാക്കണം റഹ്മാനെ. അല്ലാഹുവേ നീ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ നീ നന്നാക്കണം റഹ്മാനെ. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് സലാം സുഹരിയുടെ പിതാവ് രോഗം കൊണ്ട് പ്രയാസപ്പെട്ട് വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയിരിക്കുകയാണ്. സലാമത്താക്കണേ അല്ലാ. എന്ത് പ്രയാസമാണെങ്കിലും സലാമത്ത് നൽകണേ അല്ലാ. ശിഫ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളിലും പലവിധ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ഷാഫിയായ കാഫിയായ മുആഫിയായ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ റബ്ബേ. അല്ലാഹുവേ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. പ്രതികൂലമായി സാക്ഷി പറയുന്നവരെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാരെ കാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് മദീന കാണാതെ ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാ. പരിശുദ്ധ കഅബ ശരീഫിൽ ചെന്നുകൊണ്ട് ഹജ്ജ് ഉംറകൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ പരിശുദ്ധ കഅബ ശരീഫ് കുഞ്ഞുനാൾ തൊട്ട് ഞങ്ങൾ തിരിഞ്ഞ് നിസ്കരിച്ച് ഞങ്ങളെ ഖിബ്ലയാണ്. അല്ലാഹുവേ കൺകുളിർക്കെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനെ. അല്ലാഹുവേ ഇന്ന് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ
സ്വന്തമായി ചെയ്തവരാണ്. നാളെ എന്താണ് അവസ്ഥയെന്ന് ഞങ്ങൾക്കൊരാൾക്കും പറയാൻ സാധ്യമല്ല. അല്ലാഹുവേ, ഞങ്ങളെ മരണം നന്നാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഏറ്റവും നല്ല സമയത്ത് ഏറ്റവും നല്ല കലിമ പറഞ്ഞ് നല്ല മരണം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ. എല്ലാറ്റിലും ഉപരി ഹബീബിനെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളിൽ ആശിഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹുവേ. ഹബീബിൻ്റെ കൂടെ ജന്നത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. അല്ലാഹുവേ, ഇവിടെ നൽകിയ സംഭാവനകളൊക്കെ സ്വീകരിക്കണേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഓരോ ദിവസങ്ങളിലും ഓരോ ആഴ്ചകളിലും ഞങ്ങളെ കൊണ്ട് കഴിയുന്നതൊക്കെ ഈ സാധുക്കൾ നൽകുന്നുണ്ട്. എല്ലാം നീ സ്വീകരിക്കണേ അവിടെ കുടുംബത്തിലെ വിഷമങ്ങളൊക്കെ അതുകൊണ്ട് മാറ്റണേ റബ്ബേ. അല്ലാഹുവേ, എല്ലാ പ്രതിസന്ധികളെ തൊട്ടും ഈ നാടിനെയും ഈ നാട്ടുകാരെയും കാക്കണേ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഖൈർ നൽകണം റഹ്മാനെ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് അനുയോജ്യമായ അവസരങ്ങൾ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മഹല്ലത്തിനെ ഖൈർ കൊണ്ട് പ്രദാനം ചെയ്യണേ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് ഉയർത്തണേ റബ്ബേ. അല്ലാഹുവേ, പള്ളിയുടെ വർക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ സഹായിച്ചവരുണ്ട്. നീ സ്വീകരിക്കണേ ഇനിയും സഹായിക്കാൻ തയ്യാറുള്ളവരുണ്ട്. സ്വീകരിക്കണം റഹ്മാനെ. കബൂൽ ചെയ്യണേ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد.